എരുമേലി ആകെ ഉത്സവ അന്തരീക്ഷത്തിലാണ്. ആ എരുമേലിയിലേക്കുള്ള വഴിയിലാകെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും ഈ പേട്ടതുള്ളലിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലെ കാഴ്ചകൾക്ക് യാതൊരു കുറവുമില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ಭಕ್ತರಾണ് കൂടുതലായി ಎತ್ತಿಕೊಳ್ಳುವುದು. ಸ್ವಾಮಿ ಎവിടെ ನಿന്നാണ്? ಕನ್ನಡ ಇಲ್ಲ 11ನೇ ಸಾರ್ತಿ ನಾ ಬರೋದು. ಸ್ವಾಮಿ ಶರಣಮಯ್ಯಪ್ಪ. ನಾವು ವೀರೇಶ್ ನೆಲ್ಲೋಗಿ ಅಂತೇಳಿ ಯಾದಗಿರಿಯಿಂದ ಬಂದಿದ್ದೀನಿ. ನಾನು ಎರಿಮೆಲೆಗೆ ನಾನು ಶಬರಿಮಲೆ ಯಾತ್ರೆ ಮಾಡೋದು 11ನೇ ಸರ್ತಿ. ಇದು ಭಾಳ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ. ಮಾತಾಡ್ತೀವಿ. ഷിനോജ് എന്നോടൊപ്പം ചേർന്നുണ്ട്. ഷിനോജ് ഇതൊരു ആദ്യത്തെ അനുഭവമാണല്ലോ അല്ലേ? അതെ, ആദ്യമായിട്ടാണ് അവിടെ ഈ എരുമേലിയിൽ വൃശ്ചിക കോമ്പിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ പേട്ടതുള്ളൽ ആദ്യമായിട്ടാണ് എരുമേലിൽ എത്തുന്നത്. ഇത് വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വരുന്ന സമയത്ത് അവിടുത്തെ അമ്പലപ്പുഴ സംഘമൊക്കെ ഇറങ്ങി വരുന്ന സമയത്തുള്ള അവരുടെ ഒരു ആവേശം അതൊക്കെ കാണുന്ന സമയത്ത് ഒരു മതമൈത്രിയുടെ ഒക്കെ ഒരു രീതിയായി മതമൈത്രിയുടെ ഒക്കെ സംഘവുമായി എരുമേലി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിന് അപ്പുറം ആലങ്ങാട്ട് സംഘവും ഇവിടേക്ക് പേട്ടതുള്ളലിന് വേണ്ടി എത്തുന്നതും ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരാണ് ഇവിടെ പ്രധാനമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് തമിഴ്നാട്, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ தமிழ்நாடு செம்மையா இருக்கிற Andhra Pradesh coming to Kerala first time. Andhra first time in the great Ayyappa Swami. Om Swami Sharanayappa. Om Swami Sharanayappa. Swami Sharanayappa. பொள்ளாச்சி பணப்பட்டி எப்படி பொள்ளாச்சி செட்டிக்காரம் பொள்ளாச்சி முள்ளுப்பாடி எவர்கின் சிகேபி கைலாசம் குரூப் കഴിഞ്ഞോ கைலாசம் குரூப் ஐயப்பன் கோயிலுக்கு வந்து ரொம்ப மகிழ்ச்சி, ரொம்ப சந்தோஷமா இருக்கு. எல்லாம் சந்தோஷமா ரொம்ப கொண்டாடி போட்டு പോയിട്ട് എല്ലാവരും വീട്ടുപേര് പറഞ്ഞിട്ട് പോവുകയാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നത്? വീട്ടുപേർ നഹിയേ എന്തായാലും വളരെ ആവേശത്തോടുകൂടി ഉത്സവത്തോടു കൂടിയാണ് എരുമേലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുന്ന് വരുന്ന ധാരാളം അയ്യപ്പ ഈ പേട്ടതുള്ളൽ സംഘങ്ങളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലേട്ടാ, എങ്ങനെയുണ്ട്? എനിക്ക് നേരിട്ടുള്ള ആദ്യ അനുഭവമാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതുവഴി കടന്നുപോയ സമയത്താണെങ്കിൽ പോലും സമാനമായ രീതിയിൽ താളമേളങ്ങളോടുകൂടി സമാന രീതിയിൽ വേഷം ധരിച്ച ആളുകളൊക്കെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഈ ശബരിമല സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എരുമേലിയിൽ ദർശനം നടത്തുന്ന ആളുകളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ സമാന രീതിയിൽ കൊട്ടും താളവാദ്യങ്ങളോടും ഒക്കെ തന്നെയാണ് ഇവിടെ ദർശനം നടത്തി കടന്നു പോകുന്നത്. ഈ മഹിഷാസുരനെ വധിച്ചതുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് ഇത്തരത്തിലൊരു പേട്ടതുള്ളിലേക്ക് പിന്നീട് വന്നു ഭവിച്ചത്. ആദ്യം പേട്ടതുള്ളിയാനുള്ള അവകാശം എന്നുള്ളത് അമ്പലപ്പുഴ ദേശക്കാർക്കാണ്. 250 അംഗങ്ങൾ ഈ മാസം 7-ാം തീയതി അമ്പലപ്പുഴയിൽ നിന്നും വൃതശുദ്ധിയോടുകൂടി കെട്ടിയാണ് പുറപ്പെട്ടത്. അതിനുശേഷം അവർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തി. 12 മണിയോടുകൂടിയാണ് അവർ ഘോഷയാത്രയായി വലിയ ക്ഷേത്രത്തിൽ നിന്നും പേട്ട ചെറിയ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷം അവർ അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് പിന്നീട് ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിയതോടുകൂടി വാവൂര് പള്ളിയിൽ നിന്നുള്ള ആളുകൾ അവരെ സ്വീകരിക്കുന്ന അത്യപൂർവമായ കാഴ്ചയ്ക്ക്, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന് ഒരു വലിയ കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത്. ഗജവീരന്മാർ അടക്കമുള്ളവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതുവരെ മുഴങ്ങിക്കേട്ടത് അയ്യപ്പ കീർത്തനങ്ങളായിരുന്നെങ്കിൽ പിന്നീട് ഉച്ചഭാഷയിലൂടെ മുഴങ്ങിക്കേട്ടത് ഇസ്ലാം മതവിശ്വാസപ്രകാരമുള്ള കീർത്തനങ്ങളായിരുന്നു. അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. മലയാളികളായിട്ടുള്ള ഭക്തർ വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരെയാണ് നമുക്ക് എണ്ണത്തിൽ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലും సమానമായി തന്നെ ఆയിരുന്നു స్థితి. స్వామి ఎంగే ఎడుతుంది కుప్పం నుంచి వస్తున్నాం సార్. మేము చాలా ఆనందంగా ఉంది. ఇప్పుడు శబరిమల వచ్చిన దానికి సూపర్ ఎక్సలెంట్ సార్. మేము ఆనందం ఫుల్ హ్యాపీ.
അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വവും അതാണ് പേട്ടതുള്ളലിന്റെ കീർത്തനമായി ഉയർന്നു കേൾക്കുന്നത്. അമ്പലപ്പുഴ സംഘാംഗങ്ങളുടെ പേട്ടതുള്ളൽ ഇപ്പോൾ വലിയ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറെക്കുറെ 2:30യോടുകൂടി ആലങ്ങാട്ട് സംഘം കൂടി ഇതിന്റെ ഭാഗമായി മാറും. ആകാശത്ത് വെള്ളി നക്ഷത്രം ഉദിക്കുന്നതാണ് അതിന്റെ തുടക്കത്തിന്റെ സൂചനയായി ഭക്തർ കണക്കാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഏറെക്കുറെ 2 മണിക്കൂർ കൂടി നീളുന്ന ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉണ്ടാവുക. അതിനുശേഷം അവർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ശബരിമലയ്ക്ക് പരമ്പരാഗത പാതയിലൂടെ കടന്നു പോവുകയാണ് ഉണ്ടാവുക. എന്നാലും ഭക്തിസാന്ദ്രമായ കാഴ്ചകൾ കാണാൻ വഴി നീളെ കാണാൻ നമുക്ക് സാധിക്കുന്നത്.